SJ Sheets and Pipes, Koy Bazaar, Kumbalangi. 9061 302 555 9061 373 555. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും. ST ക്വാളിറ്റി സ്റ്റീൽസ്, ചെങ്ങണ്ട റോഡ്, വാരനാട് PO, ചേർത്തല, ആലപ്പുഴ. കൊങ്ങിണി സാഹിത്യകൃതിയായ ഖാലിജ് ഉസ്സലാമിന്റെ മലയാള വിവർത്തനമായ ഹൃദയക്കെട്ട് കഴിഞ്ഞപ്പോൾ കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ പ്രകാശനം ചെയ്തു. കൊങ്ങിണി കവിയും സാഹിത്യകാരനുമായ ഗോവയിലെ ഉദയ് നരസിംഹ ഹാംബ്രോ കൊങ്ങിണിയിൽ രചിച്ച ഖാലിജ് ഉസ്സലാം എന്ന പുസ്തകത്തിന്റെ മലയാള വിവർത്തനമായ ഹൃദയക്കെട്ട് അഴിഞ്ഞപ്പോൾ എറണാകുളം സൗത്തിൽ സദനം റോഡിലുള്ള SNV സദനം ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രകാശനം ചെയ്തു. We have well-distinguished guests on the dais. Amongst them, Professor M.K. Sanu. I did not add any adjectives before his names. You well know him. Shri B.V. Naveen Kumar, Shri Anand Kamath, Shri Vinod Kumar Kalolikar, Uday himself. Don't misunderstand, I have not taken his full name. He is a little bit closer to me. And in Konkani we just go are ture, khain re, kenna re, paso. And so that makes our relations more deeper. പ്രമുഖ സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തനമായ MK സാനു മാസ്റ്റർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി കേരള ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങി. പുസ്തകത്തിന്റെ മലയാള വിവർത്തനം നടത്തിയത് കൊച്ചിയിലെ കൊങ്ങിണി കവിയും സാഹിത്യകാരനുമായ N. ബാലകൃഷ്ണ മല്യയാണ്. പ്രബോധ പബ്ലിക്കേഷനാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ചടങ്ങിൽ പ്രബോധ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ നവീൻ കുമാർ DD ഏവർക്കും സ്വാഗതം ആശംസിച്ചു. മഹാരാജാസ് കോളേജിലെ പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കൽ അധ്യക്ഷ പ്രസംഗം നടത്തി. PG കമ്മത്ത് ഫൗണ്ടേഷൻ ട്രസ്റ്റിയായ ആനന്ദ് G. കമ്മത്ത് പുസ്തകം പരിചയപ്പെടുത്തി. തുടർന്ന് പുസ്തകത്തിന്റെ മൂലരചയിതാവായ ഉദയ് മാംബ്രോ ജീവിതാനുഭവങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചു. SNV സദനത്തിന്റെ സെക്രട്ടറി MR ഗീത നന്ദി പ്രകാശിപ്പിച്ചു. പുസ്തക വിവർത്തകൻ N. ബാലകൃഷ്ണ മല്യയെ ഗവർണർ വേദിയിൽ ആദരിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് PS ഗോപിനാഥൻ, കൊങ്ങിണി സാഹിത്യകാരന്മാരായ RS ഭാസ്കർ, പയ്യന്നൂർ രമേശ് പൈ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. As chief guest of today's function. It is a beautiful coincidence that his mother tongue is also Konkani, making this occasion even more special. Rajendra is not only an esteemed politician, but also a deeply sensitive and well-read individual. His curiosity and love for knowledge set him apart as a leader. ന്യൂസ് ബ്യൂറോ, കൊച്ചി.